ഹായ് ഗായ്സ്, നമുക്കിന്നൊരു കോവയ്ക്ക ഹാർവെസ്റ്റിംഗ് വീഡിയോ കണ്ടാലോ? അപ്പം ഇതാണ് നമ്മുടെ കോവയ്ക്ക ചെടി. ഇവിടെ മോർണിംഗ് ടൈമിൽ ഈവനിങ് ടൈമിൽ നല്ല രസമായിട്ടാണ്. സൺലൈറ്റ്, പിന്നെ കിളികളുടെ സൗണ്ടൊക്കെ കേൾക്കും. കുഞ്ഞു കിളികൾ വന്നിരിക്കും ഇതിനകത്ത്. പുഴുവുണ്ട്, പക്ഷെ കിളികളാണ് കൂടുതലും. നല്ല ഭംഗിയാണ്. നിഹി നിഹി എടുക്കാം. അപ്പം ആ കസേരയ്ക്ക് എൻ്റെ വെയിറ്റ് താങ്ങാൻ പറ്റാത്തതുകൊണ്ട് ആൻറ്റി ഓരോന്നായിട്ട് ഇത് കയറി പറിച്ച് നമുക്കിങ്ങനെ കൂട്ടയിൽ തരുന്നുണ്ട്. അതെല്ലാം പറിച്ചെടുക്കണം ഇനി. നാളെ വേണം ഒരു 5-8 പയറിടാം. പയറിൻ്റെ വിത്ത് ഇവിടെ കൊന്നു വെട്ടുന്ന സമയം കിട്ടണ്ട. ഒരു ഇലയ്ക്ക് മറവാണ്. അപ്പോൾ ഞങ്ങൾ ഡെങ്കു വന്ന ആശുപത്രി പോയപ്പോൾ എൻ്റെ പൊന്നെ എന്തോരം കോവയ്ക്ക പോയി. അങ്ങനെ പോയേ പറിക്കാതെ ഇരുന്ന് മൊത്തം പോയി. എന്നിട്ട് ഞാൻ വന്ന് മഴയത്തെല്ലാം ഇവിടെ കിടക്കുമായിരുന്നു. ആകെപ്പാടെ വൃത്തികേടെ എല്ലാം വെട്ടി. ഞാൻ കസേരയിലൊന്ന് പിടിച്ചോട്ടിട്ടാണ്. ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു നമ്മളിവിടെ കോവയ്ക്കാൻ മാത്രമല്ല, കുറച്ച് വഴുതനങ്ങയും കൂടി നട്ടിട്ടുണ്ട്. നമുക്ക് അതും കൂടെ പറിച്ചെടുക്കാം. സ്വാഭാവികമായിട്ടും കോവയ്ക്കക്കറിയാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വഴുതനയിൽ പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട്. വഴുതനയുടെ പൂ കണ്ടിട്ടില്ലാത്തവർ കണ്ടോളൂ. അപ്പൊ നമുക്ക് ഇത്രയും പച്ചക്കറികൾ കിട്ടിയിട്ടുണ്ട്. മാനത്തെ ചന്ദനമായി കടിമൊഴി. നമ്മള് കാണാമോ? നമ്മൾ ഈ കോവയ്ക്ക മൊത്തം കഴുകാൻ പോവാണ്. കഴുകിയിട്ട് ഇതിൽ മൂത്തത് കളഞ്ഞിട്ട്, മൂത്തത് കളയണോ? എന്നാ ഉണ്ട് മൂത്തത് നോക്കി അരിഞ്ഞെടുക്കണം. അതിൻ്റെ ഉള്ളിൽ റെഡ് കളറുള്ളത് അരിഞ്ഞില്ലേണം. ഇവിടെ കഴുകാൻ പോണ സാധനം കാണിച്ചെടുക്കണി. കോവയ്ക്ക കാണിക്കണി. കോവയ്ക്ക ഇതാണ് നമ്മുടെ കോവയ്ക്ക. പാത്രം കണ്ട പട്ടി കഞ്ഞി ഒടിക്കില്ല. ഇതാണ് നമ്മുടെ കോവയ്ക്ക. ഇതാണ് നമ്മുടെ കോവല് കയറിപ്പോയേക്കാണ്. കോവയ്ക്ക ഇല്ലേ, കോവരുമേ. ഞങ്ങളെല്ലാം പറിച്ചെടുക്കും. വേറൊരു പാത്രം കൊടുത്തേമ്മ. വ്ളോഗ് എടുക്കുവാന്ന് വേഗം ഒരു പാത്രം എടുക്കുമ്പോ കഴിയും. എന്നാ കട്ട് ചെയ്തിട്ട് ഒന്നോടെ എടുക്കട്ടെ. ലൈറ്റ് പോയില്ല. ഇപ്പം കാണാം. ഇടയ്ക്ക് ലൈറ്റ് പോകും. അത് സിനിമാറ്റിക് ഇട്ട് എടുക്കണമായിരുന്നു. ബ്ലറായി പോണത്. ഇടയ്ക്ക് ബ്ലറായി പോയി. നമ്മുടെ മീനെ കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. പച്ചമുളക് എടുത്ത് അവന്മാര് നമ്മളെപ്പോലെ വേണ്ടി കൈയിട്ടാ ചത്തു.
അപ്പം നമ്മൾ പറിച്ചുകൊണ്ട് വന്ന കോവയ്ക്ക നടുവേ 4 കഷ്ണമായിട്ട് കയറിയിട്ട് കുരുകുരുക്കുരാന്ന് അരിഞ്ഞെടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നമുക്കതല്ല ഈ പകുതി ആയപ്പോൾ ഒരു കാര്യം ഓർത്ത്, ഇതുപോലത്തെ റെഡ് കോവയ്ക്ക അരിയരുതായിരുന്നു. അത് ഭയങ്കര മൂത്ത് പോയതാണ്. ഞാൻ വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ മറന്നു പോയി. ത്രോ ആൻഡ് അഗൈൻ ത്രോ. യോ ഗായ്സ്, നമ്മളിത് അറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് മൊത്തത്തിൽ. ആരുടെ പട്ടഫുട്ട് ഞാൻ ഇവിടെ ഒരു മാസ്റ്റർ ഷെഫ് തന്നെയാവും. ഇത് മുഴുവൻ ഉണ്ടാക്കണോടെ മൊത്തം ഉണ്ടാക്കണ്ട, ഇച്ചിരി വറക്കാം. അയ്യാ മുഴുവൻ തിന്നോ? നിങ്ങളോട് ഇച്ചിരി മീൻ മേടിക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെ മേടിച്ചില്ല. എന്നിട്ട് ഈ അരിയും കൂടി ഒന്ന് പൊടിച്ച് നോട്ടം നമ്മൾ ചേർത്ത് അയക്കുമ്പോഴേക്കും ശരിക്കും എണ്ണക്കകത്ത് ഇടുന്നു. എന്നിട്ട് തേങ്ങ വരണ്ടി തേങ്ങ ഇതിനകത്തോട്ട് തേങ്ങ മിക്സ് ചെയ്യാം. കറി നമുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പം മാത്രമാണ്, കാരണം അന്നയാണ് റിസർച്ചർ. അവൾക്ക് മാത്രമേ ഭൂമിയിൽ ജീവനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് കഴിയത്തുള്ളൂ. എന്തായാലും അവൾക്കും കാര്യം മനസ്സിലായി. അവൾ പോയാലേ ഈ ഭൂമി ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല ക്ഷീണം. എന്നാൽ ക്ഷീണം വരാൻ വേണ്ടിയിട്ട് ഞാനോർത്തു പുൽക്കൂട് അഴിച്ചു വയ്ക്കാണ്. അപ്പം ഞങ്ങൾ പുൽക്കൂടൊക്കെ ഇവിടെ അഴിച്ചു വയ്ക്കുകയാണ്. ഇത് നന്നായിട്ട് ജലദോഷമുള്ള സൗണ്ട് മാറിയത്. വേണേ ഇത് ഒരു പോട്ടാക്കിയിട്ട് ഇത് എവിടെ ഞാൻ കൊണ്ടുവന്നു ക്ലേ അച്ചുണ്ടാക്കിയ പുൽക്കു. വാട്ട് ഇസ് ദിസ്? കിണർ. ഭയങ്കര സ്ട്രോങ് ആയിപ്പോയത്. അവനെ പോലെ ഇത് പിസ്സ. ആ പിസ്സ നമ്മുടെ പിസ്ത പടുപ്പിൻ്റെ ഷെല്ലാണ്. എനിക്ക് പനിയാണ് ഗൈസ്, പനി. അമ്മ അമ്മേ കൈ പകയ എനിക്ക്. അപ്പോൾ പുൽക്കൂടഴിക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ചു കയറി കുറച്ച് നേരം വന്നിരുന്ന് ജേർണലിങ് പരിപാടി ചെയ്തു. എനിക്ക് കുറച്ച് ജേർണലിംഗ് ഒക്കെ ചെയ്യാനിങ്ങനെ ഇഷ്ടമാണ്. ജേർണലിംഗ് എന്ന് വെച്ചാൽ അങ്ങനെ ഭയങ്കരമായ ജേർണലിംഗ് ഒന്നുമല്ല. എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ, എനിക്ക് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, ചെയ്യാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ, കുറച്ച് സെൽഫ് മോട്ടിവേഷൻ തിങ്സ് അങ്ങനെ എഴുതി വെക്കാൻ എനിക്കിഷ്ടമാണ്. അതും ഇങ്ങനെ കളറൊക്കെ ചെയ്ത് കുറച്ച് ഹാർട്ടൊക്കെ വരച്ച് ഐ റിയലി എൻജോയിങ് ഡൂയിങ് ഇറ്റ്. ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഞാൻ അത് കഴിഞ്ഞ് കുറച്ച് നേരം കിടന്നുറങ്ങി. ഇതാണ് എൻ്റെ ഇന്നത്തെ ഉച്ച വരെയുള്ള വ്ലോഗുകൾ. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. ടാറ്റാ, ലവ് യു.